ഇട്ട് വന്ന് നോക്കിയാണ് ആരാ വന്നേ നോക്കി. ആരാ? വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ടു പോയ അനിയനാ. ഇതോ മരിച്ചു പോയെന്ന് എല്ലാരും വിചാരിച്ചിരുന്നു. 12ാമത്തെ വയസ്സിൽ പെറ്റകളുടെ കിട്ടുതാലിയും പറിച്ച് ബോംബെക്ക് ട്രെയിൻ കയറി പോയവനാ. വാ വാ മോനെ കയറി ഇരിക്കുക. വാ മോനെ വന്ന് ബൈട്ടോ. ബോംബെയിലൊക്കെ പോയി കിടന്ന് അലഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾ വല്ലാതായി. പാലച്ചകലം പട്ടണിയൊന്നും കിടന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ആട്ട അനിയൻ ഇനി എന്നാ പോന്നേ? ഇനി തിരിച്ചു പോകാനോ? അയ്യോ ഇനി തിരിച്ചു പോകുന്നില്ല. പിന്നെ ശിഷ്ടകാലം നമ്മുടെ വീട്ടിൽ ഇവിടെ നമ്മുടെ കൂടെ സന്തോഷമായിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കുക എല്ലാവരും. ഇങ്ങോട്ടൊന്ന് വന്നേ. നിങ്ങളിത് എന്തോ വാച്ചുണ്ടോ തുടങ്ങുന്നത്? നമ്മൾ തന്നെ ഇവിടെ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തനെ വിളിച്ചോണ്ടും വന്നേക്കുന്നത്. ഇങ്ങനെ അങ്ങനെ ഞാൻ പണിക്ക് പോകത്തില്ല, ജോലി നിർത്തി ഇവിടെ ഇരിക്കും. ഇനി എന്തായാലും ഒരാഴ്ച ഇവിടെ നിൽക്കട്ടെ, ഒരു പരിഹാരം ഉണ്ടാക്കാം. നീ ഞാൻ വിളിച്ച് ചോറ വല്ല കൊടുക്കും. ഞാൻ പുഴമ്പ് മേടിച്ചോണ്ട് വരാം. അതെ, നീ അയാളുടെ അനിയനാന്നും നീ ഒരു പാവമാണെന്നും എനിക്കറിയാം. പക്ഷെ നിന്റെ ചേട്ടൻ്റെ സ്വഭാവം കൂടെ മോനൊന്ന് അറിഞ്ഞിരിക്കണം. അയാൾക്ക് മെൻ്റലി ചെറിയ പ്രശ്നമുള്ള ആളാണ്. 3 നേരം ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നല്ലാതെ ഇതിനിടയ്ക്ക് നാട് വിട്ടുപോയ അനിയനാന്ന് പറഞ്ഞ് 3-4 പ്രാവശ്യം ഓരോരുത്തരെ വിളിച്ചോണ്ട് ഇവിടെ വന്ന്. എന്നിട്ട് എന്തുവാ, ഇതേപോലെ ചോറ് കൊടുക്കും. ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഉണ്ടായിരിക്കുന്ന ഒലക്ക കണ്ടോ, അതെടുത്ത് തല അങ്ങ് അടിച്ചു പൊട്ടിക്കും. അയ്യോ മോൻ ഞങ്ങളുടെ അനിയനാ നേട്ടത്തെ മിക്കറിയാം. മോൻ കഴിച്ചാട്ടെ. അല്ല കൈ കഴിയുന്നില്ലയോ? മോനെ നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളുടെ അനിയൻ ഭയങ്കര പാവ സ്നേഹമുള്ളവനാന്നൊക്കെ. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി അവനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞു? എന്താ വഴക്കുണ്ടായി? അവൻ പറയും അവിടെ ഇരിക്കുന്ന ഓലൊക്കെ അവന് കളിക്കാൻ കൊടുക്കാന്. അത് തരത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് ബഹളം പറഞ്ഞു. എന്റെ രേഷ്മ ഒരു ഉപയോഗം ഇല്ലാത്ത ഒലക്ക എല്ലാവരും ചോദിച്ചല്ലോ. നിനക്ക് അതങ്ങ് എടുത്ത് കൊടുത്താൽ പോരായിരുന്നോ? എന്തോരം ദുഷ്ടയാടി നീ ഇത്. അത്രയും നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കരുതോ? ഞാൻ കൊടുത്തിരിക്കടി, ഞാൻ ഒലക്ക കൊടുത്തിരിക്കും. എന്താ അങ്ങോട്ട് കൊടുക്കും? ഓടിപ്പോ നിങ്ങളുടെ ഞാൻ അങ്ങോട്ട് കൊടുക്കുക. നീ ഒലക്ക എടുത്തേ. പോടാ ഭ്രാന്താ, എനിക്കറിയാം നീ എന്തിനാ എന്നെ വിളിക്കാന്ന്. ചേട്ടൻ തരാ നിനക്ക് ഒലക്ക. അത് നീ കൊണ്ടുപോയി നിന്റെ പെണ്ണുമുളക്ക് കൊടുക്കടാ പട്ടി. ഷോക്ക് അടിപ്പിച്ചാൽ പോലെ ഈ മുടിഞ്ഞാൻ്റെ ഭ്രാന്ത് മാറത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ പോവാന്നേ.